Hallelujah. ഹെബ്രായർക്കാർക്ക് എഴുതിയ പുസ്തകം 13-ാം അധ്യായം, the book of Hebrews, the 13th chapter. The book of Hebrews, the 13th chapter, verses 5 to 8. 5 തൊട്ട് 8 വരെയുള്ള വാക്യം. നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവേൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കർത്താവിന്റെ സഹായി, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നയിച്ചവരെ ഓർത്തുകൊള്ളുവിൻ. അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവൻ തന്നെ. Amen. Praise the Lord. Hallelujah. Let your conversation be without covetousness, and be content with such things as you have. For he has said, I will never leave thee nor forsake thee. So that we may boldly say, the Lord is my helper, and I will not fear. What can man do unto me? Remember them which have the rule over you, who have spoken unto you the word of God, whose faith follow, considering the end of their conversation. Jesus Christ is the same yesterday, today, and forever. Praise the Lord. Hallelujah. Praise the Lord. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. മലയാളത്തിൽ എങ്ങനെയാ? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. Praise the Lord. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. 13:5. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ലെന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. Praise the Lord. പഴയ നിയമത്തിൽ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം യോശുവയോട് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് നീ ധൈര്യമുള്ളവനായിരിക്കുവിൻ. Praise the Lord. 1000 കൊല്ലങ്ങൾക്ക് മുമ്പേ പറഞ്ഞ കാര്യം ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ അകത്ത് എഴുത്തുകാരൻ പറയുകയാണ്, ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ലെന്ന്. Praise the Lord. Hallelujah. Amen. ചിലർ ചോദിക്കും, ഈ വചനം എനിക്ക് വാലിഡ് ആണോ, എനിക്കുള്ളതാണോ? യോശുവയ്ക്കുള്ളതല്ലായിരുന്നോ? ചില ബൈബിൾ പണ്ഡിതന്മാര് പോലും പ്രഘോഷിക്കുമ്പോൾ വചനം പറയുമ്പോ പറയും, ദൈവവചനം എല്ലാം എല്ലാവർക്കും ഉള്ളതല്ല കേട്ടോ. ആ വചനം എബ്രഹാമിനുള്ളത്, അത് ഐസക്കിനുള്ളത്, അത് യാക്കോബിനുള്ളത്, ഇത് യോശുവയ്ക്കുള്ളത്, പിന്നെ എനിക്കും നിനക്കും എന്തുണ്ട്? Praise the Lord. The ബൈബിളിലുള്ള 6000-ലധികമുള്ള വാഗ്ദത്തങ്ങളെല്ലാം ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. Praise the Lord. 6000-ലധികമുള്ള വാഗ്ദത്തങ്ങളെല്ലാം ദൈവത്തിന്റെ ജനതയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് എബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം എഴുതിയ ലേഖകൻ പറയുകയാണ്, ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ.
He is claiming that promise. ഒരു നാളും നമ്മളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന്. ഇന്ന് വേറൊരു ദൂതം കേട്ടില്ലെങ്കിൽ ആ ദൂതിൽ സന്തോഷിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഞാൻ അതിൽ കർത്താവിൽ ആരാധിക്കും. Praise the Lord. വേറൊന്നും മനസ്സിലായില്ലെങ്കിലും ഇത് മാറ്റം ഏറ്റെടുത്തിട്ട് praise the Lord, thank you Lord that you are with me എന്ന് പറയുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഞാൻ കർത്താവിൽ സന്തോഷിക്കും. Amen. ബൈബിളില് പുതിയ നിയമ എഴുത്തുകാരിൽ മിക്കവരും തന്നെ പരിശുദ്ധാത്മാവിൽ എഴുതിയപ്പോൾ, അല്ലെങ്കിൽ യേശു പോലും പഴയ നിയമത്തിലെ പല വാഗ്ദത്തങ്ങളും എടുത്തു പറഞ്ഞു. Praise the Lord. ഒരു പ്രാവശ്യം യേശുവിന്റെ അടുത്ത് പിശാചു വന്ന് 40 ദിവസവും 40 രാത്രിയും പീഡിപ്പിച്ചുകൊണ്ടിരുന്നു, ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. യേശു പഴയ നിയമത്തിലെ വാക്കുകൾ എടുത്തിട്ടാണ് അവനോട് കൽപ്പിച്ചത്. Praise the Lord. മനുഷ്യൻ ഹല്ലേലൂയ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. Praise the Lord. Hallelujah. Amen. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, man shall not live by bread alone but by every word that comes from the mouth of the living God. Hallelujah. മനുഷ്യന്റെ ജീവിതം ഹല്ലേലൂയ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ വചനത്തിന്റെ അധികാരത്തിലും അനുഗ്രഹത്തിലും അകത്തായിരിക്കുമെന്ന് യേശു പിശാചിനോട് എടുത്തു പറഞ്ഞു. Praise the Lord. അതുകൊണ്ട് എന്താ പറഞ്ഞത് സംഭവിച്ചെന്നറിയാമോ? ഈ വാക്യം എടുത്തു പറഞ്ഞപ്പോ പിശാച് പറഞ്ഞില്ല, അയ്യോ അത് മോശയ്ക്കുള്ളതല്ലായിരുന്നോ, അത് യോശുവയ്ക്കുള്ളായിരുന്നല്ലായിരുന്നോ, ഒന്നൊന്നും പറഞ്ഞില്ല. പിശാച് ഇത് കേട്ടതോടെ വിട്ടോടിപ്പോയെന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലും വചനം നീ ഏറ്റെടുക്കാൻ റെഡിയാണെങ്കിൽ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഏറ്റെടുക്കാൻ റെഡിയാണെങ്കിൽ, വാഗ്ദത്തങ്ങളെ മുറക്കെ പിടിക്കാൻ റെഡിയാണെങ്കിൽ, നിന്റെ എതിരെ പോരാടി നിൽക്കുന്ന ശത്രുവിന്റെ സകല ബന്ധനങ്ങളും കെട്ടുകളും അഴിഞ്ഞുപോയി നീ പുതുജീവൻ പ്രാപിക്കും. മനസ്സിലാക്കുന്നവർ മാത്രമേ അവർ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതായത് ദൈവത്തിന്റെ വചനം ഇറ്റേണലാ, നിത്യമാ. It is applicable for you today. ചില ദൈവവചനം പ്രഘോഷിക്കുന്നവർ പറയും നിങ്ങൾക്കുള്ളതല്ല കേട്ടോ ഇതെന്ന് പറയും. പിന്നെ നമുക്ക് എന്തോ ഉണ്ട്, ആകെ 2 കാര്യം, രക്ഷ പ്രാപിക്കുക, സ്വർഗത്തിൽ പോവുക. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. Praise the Lord. ദൈവത്തിന്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്ന, വേദപുസ്തകത്തിന്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്ന 6000-ലധികമുള്ള ഓരോ വാഗ്ദത്തങ്ങളും ദൈവത്തിന്റെ സഭയ്ക്കുള്ളതാണ്, ദൈവത്തിന്റെ മക്കൾക്കുള്ളതാണ്. നീ മുറകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നീ രക്ഷ പ്രാപിച്ച് സ്വർഗത്തിൽ പോകുന്നു മാത്രമല്ല, ഭൂമിയിലായിരിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ അനുഭവിക്കുകയും പിശാചിന്റെ ബന്ധനത്തിന് മേൽ ജയം പ്രാപിക്കുകയും ചെയ്യും. മനസ്സിലാക്കുന്നവര് മാത്രം അല്പം നേരം കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ഇന്ന് പകൽ ആരാധിച്ചാട്ടെ. Hallelujah. Praise the Lord. അതുകൊണ്ടാണ് പത്രോസ് ലേഖനത്തില് 2 പത്രോസില് 1-ാം അധ്യായത്തിൽ പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. We have received this precious promise. ഈ വിലയേറിയ വാഗ്ദത്തങ്ങൾ നമുക്ക് ദൈവം തന്നെന്ന്. വിലയേറിയതാണ്. ഇന്ന് പകലും വചനം കേൾക്കുമ്പോൾ ഇത് വിലയേറിയതാന്ന് പറഞ്ഞ് മുറകെ പിടിക്കാൻ റെഡിയാകുന്നവന്റെ മേലാകട്ടോ ആത്മാവിന്റെ ചൈതന്യം വ്യാപരിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. രോഗസൗഖ്യം പ്രൈസ് കർത്താവിന്റെ വചനത്തിന്റെ അകത്തുണ്ട്. ജയജീവിതം യേശുവിന്റെ വചനത്തിന്റെ അകത്തുണ്ട്. നിനക്ക് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊവിഷൻ ദൈവത്തിന്റെ വചനത്തിന്റെ അകത്തുണ്ട്. അത്ഭുതകരമായിട്ടുള്ള ഹല്ലേലൂയ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ വചനത്തിലുള്ളതാണ്. ഇന്ന് മുറകെ പിടിക്കുന്നവനായിട്ട് അഭിഷേകം വ്യാപരിക്കുന്ന പകലാക്കി സ്വർഗത്തിലെ ദൈവം മാറ്റാൻ പോവുകയാണ്. Amen. Praise the Lord. ചില വിശ്വാസികളുടെ അകത്ത്, വീണ്ടും ജനിച്ച ദൈവവൈതലിന്റെ അകത്ത് പോലും യേശുവിനെ സ്വീകരിച്ചു, യേശുവിനോട് ചേരാൻ വേണ്ടി സ്നാനപ്പെട്ടു, അഭിഷേകം വരെ പ്രാപിച്ചു. എന്നാൽ ചിലവരുടെ അകത്ത് ഈ ഒരു ചിന്തയുണ്ട്, കർത്താവിനെ ഇട്ടിട്ട് പോയോ, കർത്താവിനെ ഉപേക്ഷിച്ചോ, പഴയതുപോലെ എനിക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ. As the Lord left me, as he rejected me, as he given up on me. അങ്ങനത്തുള്ളവർക്ക് വേണ്ടിയുള്ള ദൂത ഇന്ന് പകൽ. ഞാൻ നിന്നെ, ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല.
I will by no means never cast you out, hallelujah, or forsake you, hallelujah. I have carved you on the palm of my hand. You are precious to me. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. Praise the Lord. Amen. ഒരു നാളും എന്ന് പറഞ്ഞ ഒരു നാളും. Praise the Lord. Hallelujah. Amen. ഈ ഒരു വാഗ്ദത്തം യേശുവിന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. Only Jesus can say this promise. ഒരു നാളും. ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് never, never will I forsake you. Never will I give upon you. This can be only said by Jesus Christ. യേശുവിന് മാത്രം പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഒരു നാളും. Never. നീ സ്നേഹിക്കുന്ന നിന്റെ ഭർത്താവ്, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, praise the Lord, എല്ലാവർക്കും എല്ലാ സമയത്തും എപ്പോഴും നിന്റെ കൂടെ കാണാൻ സാധിക്കുകയില്ല. എന്തിന്? ഹോസ്പിറ്റലിന്റെ അകത്ത് ഐസിയുക്കകത്തോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ പോലും വീട്ടുകാരെ പോലും ചില ഭാഗത്തോട്ട് കയറ്റിയാല. Praise the Lord. Amen. മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ നിന്റെ കൈ പിടിച്ചുകൊണ്ട് ആ മരിക്കുന്ന പോയിന്റ് വരെ ഇരിക്കാൻ പറ്റും. നിന്റെ അവസാനത്തെ ശ്വാസം വിട്ടുപോയി കഴിയുമ്പോൾ അവർക്ക് നിന്റെ കൂടെ പിന്നെ നിൽക്കാനോ വരാനോ സാധിക്കുകയില്ല. എന്നാൽ ആ മരണത്തിന്റെ അപ്പുറവും praise the Lord, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. നിന്റെ പ്രിയപ്പെട്ടവന്റെ കയ്യിൽ നിന്നും നീ അങ്ങ് മാറുമ്പോൾ അതിന്റെ അപ്പുറം, മരണത്തിന്റെ അപ്പുറം നിന്റെ കൈ പിടിച്ചുകൊണ്ട് പിതാവിന്റെ മുന്നാകെ കൊണ്ട് സ്വർഗത്തിൽ നിർത്തുവാൻ വിശ്വസ്തനായ ദൈവത്തെയാണ് ഇന്ന് പകൽ നമ്മൾ ആരാധിക്കുന്നത് എന്ന് മറക്കരുത്. ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയില്ല, നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയുമില്ല. I will by no means never leave you nor forsake you. Praise the Lord. Hallelujah. എന്തിന് പാസ്റ്ററിന് പോലും കൂടെ എല്ലാ സമയത്തും നിൽക്കാൻ പറ്റുമോ? Praise the Lord. അതുകൊണ്ടാണ് നമ്മുടെ ആശ്രയം മനുഷ്യരിലായിരിക്കില്ലെന്ന് പറയുന്നത്. Praise the Lord. നമ്മുടെ നോട്ടം മനുഷ്യരിലായിരിക്കില്ല. എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും, എത്ര മനസ്സിലാക്കുന്നവരാണെങ്കിലും, എത്ര നന്നായിട്ട് നിന്നെ അറിയാവുന്നവരാണെങ്കിലും, എത്ര പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും, ഒരു വ്യക്തിക്ക് പോലും നിന്റെ കൂടെ എപ്പോഴും എല്ലാ സമയത്തും നിൽക്കുവാൻ സാധ്യമല്ല. Praise the Lord. എന്നാൽ ഈ വാഗ്ദത്തം പറഞ്ഞവൻ വിശ്വസ്തനാണ്. Praise the Lord. His name is Jesus. Hallelujah. തൃത്വത്തിൽ രണ്ടാമൻ 2000 കൊല്ലങ്ങൾക്ക് മുമ്പേ ഹല്ലേലൂയ കാൽവരിയിൽ എനിക്ക് നിനക്കും യാഗമായി തീർന്നവൻ. Praise the Lord. Hallelujah. Glory unto the name of Jesus. മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവൻ. Hallelujah. പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നവൻ വീണ്ടും വരും, സഭയെ ചേർക്കുവാൻ വരുമെന്ന് പറഞ്ഞവൻ. Oh, he is faithful to his promise. His name is Jesus. His name is Jesus. അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ ഇന്ന് പകൽ. Hallelujah. Glorify his name this morning. Hallelujah. Praise the Lord. Amen. ഇവിടെ വായിച്ച ഭാഗത്തിന്റെ അകത്തോളം ഈ വാഗ്ദത്തം പറയാൻ പറ്റുന്ന ഒരാളെ ഉള്ളു, യേശു. അതുകൊണ്ടാണ് ചെറുപ്പക്കാരത്തെ ആരെങ്കിലും പെണ്ണോ ആണോ വന്നിട്ട് പറയാണ്, ഞാൻ ഇന്നും നിന്റെ കൂടെ കാണും കേട്ടോ എന്ന് പറയുമ്പോ എന്റെ പൊന്നു മോളെ വിശ്വസിച്ച് അവൻ്റെ കൂടെ ഇറങ്ങി പോകരുത്. Praise the Lord. Hallelujah. This promise does not become automatically ours. ഈ വാഗ്ദത്തം ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ആയില്ല.
ഇത് പ്രാവർത്തികമാകുന്ന എപ്പോഴാ? ആ ഹെബ്രായർ 13:5 വായിച്ചു. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ടല്ലോ. യെസ്. അതുകൊണ്ട് 6-ാം വാക്യം, അതുകൊണ്ട് കർത്താവ് എന്റെ സഹായി, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? അതുകൊണ്ട് ഞാൻ വാ തുറന്ന് ഇത് എന്റെ സ്വന്തമാക്കണം. കർത്താവ് കൈവിടിയലെന്ന് പറഞ്ഞു, ഉപേക്ഷിക്കലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക കർത്താവ് കൈവിട്ടെന്ന്. എനിക്ക് ആരുമില്ല ബ്രദർ, കർത്താവ് പോയെന്നേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നീ ദൈവസാന്നിധ്യം അനുഭവിക്കുകയില്ല. ഇത് ദൈവം പറഞ്ഞതുകൊണ്ട് നമ്മൾ ധൈര്യത്തോടെ വാ തുറന്ന് പറയണം. അതുകൊണ്ട് കർത്താവിന്റെ സഹായി, അവൻ എന്നെ ഒരു നാളും കൈവിടുകയില്ലെന്ന് ഞാൻ വാ തുറന്ന് പറയുമ്പോൾ, when I open my mouth and say it, then I am a partaker of that blessing. അപ്പോഴാണ് എന്റെ സ്വന്തമായി തീരുന്നത്. മനസ്സിലാക്കിയവര് മാത്രം കർത്താവിനെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. കൊണ്ട് വാ തുറന്ന് പറയണം. ഇന്ന് വേറൊന്നും മനസ്സിലായില്ല, ഇവിടെ ഇറങ്ങി പോകുമ്പോ പറയണം, എന്റെ കർത്താവ്, എന്റെ യേശു ഒരു നാളും എന്നെ കൈവിടുകയില്ല, എന്നെ ഉപേക്ഷിക്കുകയില്ല. വീട്ടുകാരെ തള്ളിക്കളഞ്ഞാലും, നാട്ടുകാരെ തള്ളിക്കളഞ്ഞാലും, അയലോകക്കാരെ സ്നേഹിച്ചില്ലെങ്കിലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി അൺടു ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഹല്ലേലൂയ. എന്റെ യേശു എന്നെ ഒരു നാളും കൈവിടുകയില്ല, എന്നെ ഉപേക്ഷിക്കില്ലെന്ന് നീ വാ തുറന്ന് പറയണം. വാ തുറന്ന് പറയണം. ആ വാ തുറന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് വിടുതലുണ്ട്, അതിന്റെ അകത്ത് അനുഗ്രഹമുണ്ട്, അതിന്റെ അകത്ത് ദൈവത്തിന്റെ സമാധാനമുണ്ട്, അതിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയുണ്ട്. ഇന്ന് പകൽ ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. വാ തുറന്ന് അല്പനേരം കർത്താവിനെ ആരാധിച്ചാട്ടെ. Praise the Lord. Amen. അതുകൊണ്ട് ഹെബ്രായർ 13 അടുത്ത വാക്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാക്യങ്ങളിലൂടെ നമ്മൾ പോകുന്ന 13 6-ാം വാക്യം. അതുകൊണ്ട് കർത്താവിന്റെ സഹായി, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. Praise the Lord. അത് ഇത് പറഞ്ഞു കഴിയുമ്പോ ഭയം പോവും, അൺനെസസറി ആയിട്ടുള്ള ടെൻഷൻ മാറും. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി ഉള്ള ആങ്സൈറ്റി ഒക്കെ വിട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. അകത്തൊരു ധൈര്യം വരും. ചിലവർ അവരുടെ നാളെയെ കുറിച്ചുള്ള ആങ്ഷ്യസ് ആയിട്ടിരിക്കുന്നവരുണ്ട്. ചിലവര് ഭാരപ്പെട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്, എങ്ങനെയാവും ഈ കേസ്, എങ്ങനെയായി തീരും, ഈ കുടുംബ പ്രശ്നം സോൾവ് ആകുമോ, സാമ്പത്തികമായി ദൈവം അനുഗ്രഹിക്കുമോ, ഇത് വിടുതൽ ഞാൻ കാണുമോ, സൗഖ്യം കാണുമോ എന്നൊക്കെ ടെൻഷൻ പ്രാപിച്ചിരിക്കുന്ന ചിലവരുടെ മേൽ ദൈവത്തിന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കാൻ പോവുകയാണ്. നീ വാ തുറന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി നിനക്കായി വ്യാപരിക്കാൻ പോകുകയാണ്. ഗ്ലോറി അൺടു ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് പകലും അന്യായ മുഖങ്ങൾ അഴിഞ്ഞു മാറിപ്പോകട്ടെ. അത്ഭുതം കാണുകയെന്ന് പറഞ്ഞ് വാദിച്ചു നിൽക്കുന്ന ശത്രുവിന്റെ സകല പോരാട്ടങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറിപ്പോകട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. Praise the Lord. Hallelujah. Glory unto the name of Jesus. Amen. Und 7-ാം വാക്യം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളെ നയിച്ചവരെ ഓർത്തുകൊള്ളുവിൻ. നിങ്ങളെ ദൈവവചനം പറഞ്ഞു തന്നവരെ നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ. അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ. അവരുടെ എല്ലാം അനുകരിക്കാൻ പോകരുത്. പ്രൈസ് ദി ലോർഡ്. പാസ്റ്ററിന്റെ ആണെങ്കിലും എല്ലാം കണ്ട് പഠിക്കാൻ പോകരുത്. നല്ലതുകൊണ്ട് ഇല്ലാതെ, വലിയ മൊച്ചമില്ലാത്തതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ എന്തോ കണ്ട് പഠിക്കണം, വിശ്വാസം കണ്ട് പഠിക്കണം. Praise the Lord. ഏതൊരു ക്രിസ്ത്യൻ ലീഡറിന്റെ അകത്തും അവര് മനുഷ്യരാ, നിങ്ങളെ പോലെ അപ്പനും അമ്മയും ഉള്ളവരാ, ബലഹീനതയും ശക്തിയൊക്കെ ഉള്ളവരാ. ദൈവവേല ചെയ്യുന്ന ഇവിടുത്തെ ദൈവദാസന്മാരാണെങ്കിലും വേറെ സഭയിലെ ആണെങ്കിലും ലോകത്തിലുള്ള എവിടെയുള്ളവരാണെങ്കിലും, പ്രൈസ് ദി ലോർഡ്,
നിങ്ങളെപ്പോലെ അവരും പരീക്ഷണത്തിൽ കൂടെ പോവും. ബലഹീനതയുണ്ട്, വീഴ്ചകളുണ്ട്, സ്ട്രഗിൾസ് ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്. അതിന്റെ എല്ലാം നടുവിൽ അവരുടെ അകത്ത് ദൈവം കൊടുത്തൊരു വിശ്വാസമുണ്ട്, അവരുടെ അകത്ത് ദൈവം കൊടുത്തൊരു കൃപയുണ്ട്, ഒരു അഭിഷേകമുണ്ട്. ആ വിശ്വാസത്തെ നീ കണ്ട് അതിനെ നീ കണ്ടു പഠിച്ചോണം. Praise the Lord. Hallelujah. Glory unto the name of Jesus. അവരുടെ വിശ്വാസം, ഇന്നത്തെ മെസ്സേജ് അതാണ്, വിശ്വാസം. അവരുടെ വിശ്വാസം കണ്ട് നീ പഠിച്ചോണം. വിശ്വാസത്താൽ ദൈവത്തെ പ്രീതിപ്പെടുത്താം, വിശ്വാസത്താൽ സൗഖ്യം പ്രാപിക്കാം, വിശ്വാസത്താൽ നിത്യമായ രക്ഷ പ്രാപിക്കാം, വിശ്വാസത്താൽ അഭിഷേകം എന്ന് പകൽ പ്രാപിക്കാം, വിശ്വാസത്താൽ ഇല്ലാത്തവരെ നിനക്ക് വിളിച്ചു വരുത്താം, വിശ്വാസത്താൽ ഹല്ലേലൂയ നിനക്ക് നഷ്ടപ്പെട്ടതിനെ തിരികെ കൊണ്ടുവരാം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ നിനക്ക് അത്ഭുതകരമായ ഒരു ജീവിതം ജീവിക്കാം. വിശ്വാസത്താൽ you can walk in the blessing and the victory of Jesus Christ. വിശ്വാസത്താൽ. Amen. ഞാൻ കഴിഞ്ഞ ദിവസം ജമാൽ ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു ദൈവദാസന്റെ ഒരു മെസ്സേജ് കേൾക്കുമായിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് പുള്ളിക്കാരൻ മെസ്സേജ് എൻടൈറ്റിൽ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെ മെസ്സേജ് എൻടൈറ്റിൽ ചെയ്തെന്ന് അറിയാമോ? ഐ ഹോപ്പ് യു ഫെയിൽ. അതും ഒരു വലിയ കോൺഫറൻസ്, ക്രിസ്ത്യൻ കോൺഫറൻസിന്റെ അവസാനത്തെ ദിവസത്തിലെ മെയിൻ മെസ്സേജ് കൊടുക്കുക. ജനം മൊത്തം അഭിഷേകമൊക്കെ പ്രാപിച്ച് കൃപയൊക്കെ പ്രാപിച്ച് ഇങ്ങനെ ടി ഡി ജെക്സിന്റെ മെസ്സേജ് കേട്ടു. പല ശ്രേഷ്ഠമായ ദേവദാസന്മാരുടെ എഡി ലോങ്ങിന്റെ ഒക്കെ വചനമൊക്കെ കേട്ട് ഇങ്ങനെ ശക്തമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് അവസാനത്തെ മെസ്സേജ് കൊടുക്കാൻ വന്ന ദേവദാസൻ വന്നിട്ട് പറയുകയാണ്, ഐ ഹോപ്പ്, ഇന്നത്തെ ബെനഡിക്ഷൻ തരുന്നതിന് മുമ്പേ, ഐ ഹോപ്പ് യു ഫെയിൽ. എല്ലാവരും ഇങ്ങനെ ഞെട്ടി നോക്കി. പുള്ളിക്കാരൻ എടുത്ത വചനഭാഗം ഇതായിരുന്നു, ലൂക്ക് 22:31 and 32. സിമിയോനെ, സിമിയോനെ, സാത്താൻ നിന്നെ പാറ്റാൻ ശ്രമിക്കുന്നു അല്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു, that your faith should not fail. നിന്റെ വിശ്വാസം പോകരുത്. മലയാളത്തിൽ വായിച്ചേ, ഇംഗ്ലീഷിൽ your faith should not fail എന്നാ. എന്നാൽ നിന്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. നഷ്ടപ്പെടാതെ മലയാളത്തില് നീ ഫെയിൽ ചെയ്താക്കാം, എന്നാൽ നിന്റെ വിശ്വാസം പോകരുത്. Praise the Lord. Hallelujah. Glory unto the name of Jesus. Praise the Lord. Hallelujah. Praise the Lord. ക്രിസ്ത്യൻ ലീഡറാണ് പത്രോസ്. 12 കൂട്ടർ നോക്കുന്ന വാടിയാ പത്രോസ്. Praise the Lord. Hallelujah. എന്നാൽ അവന് പറയുന്ന സാക്ഷ്യപ്പെടുന്നറിയാമോ? പല പ്രാവശ്യം വീണെങ്കിലും അവനെ വീണ്ടും എഴുന്നേൽപ്പിച്ച സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയുണ്ട്. അവന്റെ അകത്ത് ദൈവം പകരുന്ന ഒരു വിശ്വാസമുണ്ട്. ഗ്ലോറി അൻടു ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം നിന്നെ ഒരു നാളും കൈവിടുകയില്ല. നിന്റെ താഴ്ചയിൽ അവൻ ഇറങ്ങി വരും, നിന്റെ വീഴ്ചയിൽ നിന്നെ ഉയർപ്പിക്കുവാൻ അവൻ ശക്തനാണ്. നിന്റെ കൂടെ നടത്തുവാനും നിന്നെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുവാനും അവൻ വിശ്വസ്തനാണ്. Praise the Lord. Hallelujah. പത്രോസിന്റെ ലൈഫില് 3 സ്ഥലത്താണ് അവന് വീഴ്ച വന്നത്, അവൻ ഫെയിൽ ചെയ്തത്. ഒന്ന്, അവന്റെ ഫോക്കസ്. He failed in his focus. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം. Praise the Lord. നിങ്ങൾ വചനം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? Amen. ഏറ്റെടുക്കുന്നുണ്ടോ? Praise the Lord. ഒരു സന്തോഷത്തോടെ സ്തോത്രമൊന്നും കേൾക്കുന്നില്ലല്ലോ. Hallelujah. Amen. Praise the Lord. Matthew 14:22 and 31. യേശു ജനസമൂഹത്തെ പിരിച്ചുവിടുന്നതിനിടയിൽ ശിഷ്യന്മാരെ പെട്ടെന്ന് വഞ്ചിയിൽ കയറ്റി തനിക്ക് മുമ്പായി മറുകരയിലേക്ക് അയച്ചു. അവരെ വിട്ടതിന് ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുന്നതിന് തനിയെ മലയിലേക്ക് കയറിപ്പോയി. സന്ധ്യയായപ്പോൾ അദ്ദേഹം അവിടെ തനിച്ചായിരുന്നു. എന്നാൽ കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ വഞ്ചി തിരകളാൽ ഉലഞ്ഞ് കരയിൽ നിന്ന് വളരെ ദൂരം പോയിരുന്നു. രാത്രിയുടെ 4-ാം യാമത്തിൽ യേശു തടാകത്തിന് മീതെ കൂടി നടന്ന് അവരുടെ അടുക്കലെത്തി. അദ്ദേഹം തടാകത്തിന്റെ മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രമിച്ചു.
അതൊരു ഭൂതമാണെന്ന് പറഞ്ഞ് ഭയപ്പെട്ട് നിലവിളിച്ചു. യേശു ഉടനെ തന്നെ അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. കർത്താവേ, അതങ്ങാകുന്നുവെങ്കിൽ വെള്ളത്തിന്മീതെ നടന്ന് അങ്ങയുടെ അടുത്തെത്തുവാൻ എന്നോട് കൽപ്പിക്കണമേ, പത്രോസ് പറഞ്ഞു. വരിക, അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മീതെ കൂടെ യേശുവിന്റെ അടുത്തേക്ക് നടന്നു. എന്നാൽ അയാൾ കാറ്റ് കണ്ട് പേടിച്ച് താഴുവാൻ തുടങ്ങി. ബാക്കി പിന്നെ വായിക്കാം. യേശു ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. യേശു മലയുടെ മുകളിൽ പ്രാർത്ഥിക്കാൻ പോയി. നമുക്കറിയാവുന്ന വചനഭാഗമാണ്. ശിഷ്യന്മാർ അക്കരയ്ക്ക് പോകുന്ന വഴിക്ക് കാറ്റും കടലും എല്ലാം പ്രതികൂലമായി. അവരങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ, ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ, we expect the devil to show up. അനേകം വിശ്വാസികളും അങ്ങനെയാ. എല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ ചോദിക്കും, പാസ്റ്റർ, ഈ പോരാട്ടം എന്താ? ഇതിന്റെ പുറകിൽ പിശാചുണ്ടോ? എന്തുകൊണ്ട് ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നേ? ശിഷ്യന്മാരും അവിടെ ഇരുന്നിട്ട് ഇതിന്റെ പുറകിൽ പിശാചുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. Praise the Lord. ആ സമയത്ത് യേശു നടന്നു വന്നപ്പോ പോലും അവരോർത്തത് പിശാചാന്ന് ഓർത്തു. They thought it was a ghost എന്ന്. അനേകം ദൈവസഭയ്ക്കകത്തും ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോ പോലും ചിലവർ ചിന്തിക്കുന്ന അറിയാമോ, അത് പിശാചാന്നാ. ഞങ്ങൾ പണ്ട് കൽക്കട്ടയിലെ സ്ഥലത്ത് വചനം പ്രഘോഷിച്ച് കഴിഞ്ഞിട്ട് മനുഷ്യ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ പ്രാപിച്ചപ്പത്തിന് അവിടെയുള്ള ഒരാൾ പറഞ്ഞു, ഇതെന്റെ അന്യഭാഷയോ, അത് പിശാചിന്റെതാന്ന് പറഞ്ഞു. ദൈവപ്രവൃത്തി പോലും പിശാചിന്റെ ചിലവർക്ക് തോന്നിക്കും. Praise the Lord. പ്രതികൂലമായി എല്ലാം ഇരിക്കുമ്പോഴും നീ പിശാചിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴും നിന്റെ പ്രതീക്ഷകളെ മാറ്റി സ്വർഗത്തിലെ ദൈവം എഴുന്നള്ളാൻ പോവുകയാണ്. He is going to reveal himself. അത്ഭുതകരമായി നിന്റെ പ്രതികൂലത്തിൽ വെളിപ്പെടാൻ പോകുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയ്ക്കായി നീ ഇന്ന് പകൽ സ്തോത്രം ചെയ്തു. Praise. പ്രതികൂലത്തെ നോക്കി എന്തോ വലിയ സംഭവിക്കാൻ പോകുന്നു, നീ നശിക്കാൻ പോകുകയാണ്, തകരാൻ പോകുകയാണ്, ഈ രോഗം കാരണം നീ ചാകും, ഈ സാമ്പത്തിക ക്ലേശം കാരണം നീ മുങ്ങും എന്ന് ചിന്തിച്ചിരിക്കും വ്യക്തിയെ സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുന്നു, നിന്നെ മുക്കുവാനല്ല, നിന്നെ ജീവിപ്പിക്കുവാൻ. Praise the Lord. നിന്റെ പ്രതീക്ഷയ്ക്ക്, നിന്റെ തെറ്റായ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ട് വെളിപ്പെട്ടു വരുന്ന യേശുവിന്റെ സ്നേഹം. Praise the Lord. Hallelujah. Amen. Praise the Lord. ദൈവത്തിന്റെ ആത്മാവ് വളരെ ക്ലിയർ എൻ്റെ അടുത്ത് പറഞ്ഞു, some of you are expecting the worst in your life. Praise the Lord. നിങ്ങളുടെ കല്യാണം നടക്കുകയില്ല, ജീവിതം ശരിയാകുകയില്ല, ദൈവത്തിന് ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. You are expecting the worst. Praise the Lord. എന്നാൽ നീ ആ വേഴ്സ്റ്റ് എക്സ്പെക്ട് ചെയ്തിരിക്കുമ്പോൾ, അതിന്റെ നടുവിൽ നീ പിശാചാന്ന് വരെ ചിന്തിച്ചിരിക്കുമ്പോൾ, വെളിപ്പെട്ടു വരാൻ പോകുന്ന ദൈവത്തിന്റെ ഒരു കൃപ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഉണ്ടെന്ന് ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുന്നു. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഉടനെ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഇത് അങ്ങാണെങ്കിൽ എനിക്ക് ഈ ബോട്ടെ ഇരിക്കണ്ട. Praise the Lord. അങ്ങനത്തെ വിശ്വാസികൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. Amen. യേശുവേ, അങ്ങാണെങ്കിൽ, Praise the Lord, ഈ പ്രതികൂലത്തിന് നടുവിലും അങ്ങാണെങ്കിൽ, ഈ കാറ്റിനും തിരമാലയ്ക്ക് ഇടയ്ക്കും അങ്ങാണെങ്കിൽ, Praise the Lord, ഒരു നാളും കൈവിടാത്ത ദൈവം, ഹല്ലേലൂയ, കാറ്റിലും കടലിലും നടുവിലും വെളിപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ഇതിന്റെ നടുവിലും യേശുവേ അങ്ങാണെങ്കിൽ, Praise the Lord. Hallelujah. ഈ വെള്ളത്തിന്റെ മേൽ അങ്ങനോട് കൽപ്പിക്കണം, എനിക്ക് നടക്കണം. Praise the Lord. എന്നെ ഭയപ്പെടുത്തി തിരമാലയുടെ മേലിലും എനിക്ക് നടക്കണം. അങ്ങനെ പറയാൻ വിശ്വാസമുള്ള ദൈവമക്കൾ ഇവിടെ പകലുണ്ടോ? Glory unto the name of Jesus. നിന്റെ പ്രതികൂലത്തിന്റെ നടുവിലും നിന്നെ നടത്തുവാൻ വിശ്വസ്തനായ ദൈവമുള്ളപ്പോൾ, Hallelujah. Amen. അതായത് പത്രോസിന്റെ അകത്തെന്നറിയാമോ, പ്രതികൂലം വരുമ്പോൾ ഒരു അകത്തെന്നറിയാമോ, the Lord, I want to go to the next level. നമ്മളാണെങ്കിൽ പ്രാർത്ഥന, എങ്ങനെയെങ്കിലും അക്കരെ ഒന്ന് എത്തിയാൽ മതി. ഇതിന്റെ അകത്ത് വചനമൊന്നും പറഞ്ഞു തരാൻ നോക്കരുത്, ഒന്നും പഠിപ്പിക്കാൻ നോക്കരുത്, പുതിയൊരു അഭിഷേകത്തിന്റെ കാര്യമൊന്നും പറയരുത്, എങ്ങനെയെങ്കിലും അക്കരെ എത്തിയാൽ മതി. എന്നാൽ പത്രോസിന്റെ അകത്ത് I want to go into the next level.
ഈ പ്രതികൂലത്തിന് നടുവിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ ഇടയ്ക്ക് എന്നെ മുക്കൂന്ന് പറഞ്ഞ് പോരാടുന്ന എന്ത് പ്രശ്നമാണെങ്കിലും ഏറ്റെടുത്തോണം ചിലവർ കേട്ടോ. ഹല്ലേലൂയ. കഥാപ്രസംഗം കേൾക്കുന്ന പോലെ ഇരുന്നാക്കരുത്. ഏറ്റെടുത്തോണം, ദൈവത്തിന്റെ വചനം ഏറ്റെടുത്തോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി അൺടു ദി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. എന്നെ മുക്കുമെന്ന് പറഞ്ഞ് വാഴ്ച നിൽക്കുന്ന പ്രശ്നത്തിന്റെ നടുവിൽ എന്നെ നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് വെള്ളത്തിന്റെ മേൽ നടക്കാൻ തുടങ്ങി. ബോട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കുറച്ച് നന്നായിട്ട് നടന്നു, കുറച്ചധികം നടന്നു. എന്നുവെച്ചാൽ മുങ്ങിയപ്പോ തന്നെ കർത്താവ് കൈ കൊടുത്ത് ഇങ്ങനെ പൊക്കിയെന്ന. പത്രം അടുത്ത് വരെ നടന്നു. യേശുവിനെ നോക്കി അവൻ ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ യേശുവിനെ നോക്കി ഇങ്ങനെ നടന്നു. കഴിഞ്ഞ നാളുകളിൽ ചിലവരൊക്കെ പ്രശ്നങ്ങളൊക്കെ ലൈഫിൽ വന്നപ്പോഴും യേശുവിനെ നോക്കി നടന്നവരുണ്ട്. ഇങ്ങനെ നടന്നു. തൊട്ടടുത്ത് വന്നപ്പോൾ അവന്റെ ഫോക്കസ് പോയി. ഹി ഫെയിൽഡ് ഇൻ ഹിസ് ഫോക്കസ്. പ്രൈസ് ദി ലോർഡ്. അവൻ കർത്താവിൽ നിന്ന് കണ്ണ് മാറ്റിയിട്ട് കാറ്റ്, കടല് എന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ലോ ഓഫ് ഗ്രാവിറ്റി, വെള്ളം, പ്രൈസ് ദി ലോർഡ്, തിരമാല, അയ്യോ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ അവൻ മുങ്ങി. ശ്രദ്ധിക്കണം, അപ്പോസ്തലനാണെങ്കിലും മുങ്ങാം. പ്രാർത്ഥനക്കാരനാണെങ്കിലും മുങ്ങാം. ആരാധിക്കുന്നവനാണെങ്കിലും മുങ്ങാം. പ്രൈസ് ദി ലോർഡ്. പാട്ട് പാടുന്നവനാണെങ്കിലും മുങ്ങാം. Glory unto the name of Jesus. നിന്റെ ഫോക്കസ് പോയാൽ, നിന്റെ ഫോക്കസ് മാറിയ, നീ ആരാണെങ്കിലും യേശുവിൽ നിന്ന് നിന്റെ കണ്ണ് മാറിയാൽ മുങ്ങാൻ ചാൻസ് ഉണ്ട്. Praise the Lord. Hallelujah. എന്നാൽ ഇന്ന് പകലും നിന്റെ കണ്ണ് തിരിച്ച് യേശുവിലേക്ക് വെക്കാമെങ്കിൽ ആ മുങ്ങിയ സ്ഥലത്തുനിന്ന് പൊക്കുവാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ്. I want a feedback. Praise the Lord. ആരാധിക്കുന്നവനാണെങ്കിലും ഏറ്റവും മുന്നിരുന്ന ഹല്ലേലൂയ പാടുന്നവനാണെങ്കിലും കൈയടിക്കുന്നവനാണെങ്കിലും കണ്ണ് കർത്താവിൽ നിന്നും മാറ്റി മുങ്ങാൻ ചാൻസ് ഉണ്ട്. Praise the Lord. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനാണെങ്കിലും മുങ്ങാൻ ചാൻസ് ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതായത് കർത്താവിന്റെ തൊട്ട് മുമ്പിൽ വന്നിട്ട് മുങ്ങി എന്നാ പറയുന്നത്. ഓർത്തു നോക്കി. അത് ഏറ്റവും മുന്നിൽ വന്ന് ആരാധിക്കുന്നവനാണെങ്കിലും, പ്രൈസ് ഓഫ് സ്റ്റേജിൽ നിൽക്കുന്നവനാണെങ്കിലും കർത്താവായ യേശുവിൽ നിന്നും കണ്ണ് മാറ്റിയിട്ടുണ്ടെങ്കിൽ നീ എവിടെയാണെങ്കിലും മുങ്ങാൻ ചാൻസ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി അൺടു ദി നെയിം ഓഫ് ജീസസ്. അതുകൊണ്ടാണ് നിന്റെ വിശ്വാസത്തിന്റെ ശോധനയുടെ സമയത്ത് നിന്റെ കാഴ്ചപ്പാട് മാറ്റരുത്, നിന്റെ കണ്ണ് മാറ്റരുത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ കാഴ്ച, നിന്റെ നോട്ടം എല്ലാം യേശുവിന്റെ പക്കൽ തന്നെ വെച്ചാൽ നീ ഒരു കാലം നീ പരാജയപ്പെട്ടു പോകില്ല. നിന്നെ ജയത്തോടെ നിർത്തുവാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ്. മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കടത്തി മുങ്ങാം. ചിലവരിക്കും പാസ്റ്ററെ നിങ്ങളെ സഭയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് എന്താ കടത്തി മുങ്ങിയേ? മുങ്ങാം. രോഗത്തിൽ മുങ്ങാം, പാപത്തിൽ മുങ്ങാം. ഹല്ലേലൂയ പറയുന്നതിന് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ അതുവരെ നോട്ടവാ, വിശ്വാസത്തില നടപ്പ്. പിന്നെ കാൽക്കുലേഷനായി. വെള്ളം, തിരമാല, ജപ്തി നോട്ടീസ്, ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ഈ രോഗം കൊണ്ട് നീ ചത്തുപോകുന്നു, നിന്റെ കുടുംബത്തിൽ നിന്റെ കല്യാണം നടക്കില്ലെന്ന് ചിലവർ പറഞ്ഞു. ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞിട്ട് നീ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി കണ്ണ് കർത്താവിൽ നിന്നും മാറ്റി വിശ്വാസം കെട്ടുപോയി കഴിയുമ്പോൾ ആർക്കും മുങ്ങാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകലും മുങ്ങിയവനെ പൊക്കുവാൻ വിശ്വസ്തനായ ദൈവത്തിന്റെ കരമുള്ളതിനാൽ ഞാൻ സ്വർഗത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഗ്ലോറി അൺടു ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. വെള്ളത്തിൽ കൂടെ ഒത്തിരി നടന്നു കഴിഞ്ഞിട്ട് മുങ്ങാം. എന്നെ വളരെ ചിന്തിപ്പിച്ചതാ. ഒത്തിരി നാൾ നടന്നവരൊക്കെ മുങ്ങിയ കാര്യം എനിക്കറിയാം. Praise the Lord. Hallelujah. യേശുവിന്റെ പക്കൽ ഏറ്റവും അടുത്ത് നിന്നിട്ട് മുങ്ങിയവരെ എനിക്കറിയാം. Praise the Lord.
ഹല്ലേലൂയ. എന്നാൽ അതിന്റെ നടുവിലും കരഞ്ഞ കർത്താവേ എന്ന് വിളിച്ചപ്പോൾ അവനെ തിരിച്ചു ഉയർത്തിയ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുണയ്ക്കും കൃപയ്ക്കുമായി ഞാൻ മഹത്വം കൊടുക്കുകയാണ്. Glory unto the name of Jesus. വചനം ഏറ്റെടുത്തോണം ഇന്ന് പകൽ കേട്ടോ. പ്രൈസ്. ചിലവർക്കൊക്കെ വിടുതലാണ് ഇന്ന് പകൽ. ഹല്ലേലൂയ. കർത്താവ് എഴുന്നേൽപ്പിച്ചിട്ട് ചോദിച്ചൊരു കാര്യമുണ്ട്. യു ഹാവ് ലിറ്റിൽ ഫെയ്ത്ത്. അല്പവിശ്വാസിയെ. അല്പവിശ്വാസി എന്ന് പറഞ്ഞ എന്താ? ഇച്ചിരി ഭയമുണ്ട്, ടെൻഷനും ഉണ്ട്, ആങ്സൈറ്റിയും ഉണ്ട്, അന്ന് ഇച്ചിരി വിശ്വാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാം ഇച്ചിരി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് അനേകം പേരും എല്ലാം ഇച്ചിരി ഉള്ളവരാ അല്ലേ? അല്പവിശ്വാസി. പിശാച് പുറത്തു പിശാചിനെ പുറത്താക്കാൻ വിശ്വാസമുണ്ടോ? ഉണ്ട്. പക്ഷെ അല്പവിശ്വാസം ഒരാളുടെ കൂടെ കാണണം. പ്രൈസ് ദി ലോർഡ്. പാസ്റ്ററും കൂടെ ഒന്ന് കൂടെ നിൽക്കാമെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Glory unto the name of Jesus. പണ്ടൊരു സ്ഥലത്ത്, മംഗലാപുരത്തെ സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോയപ്പോ ഒരു പിശാച് വായിച്ച പാട്ടി വേളം വെച്ച് ഓരോന്നോരോന്ന് പുറത്തിറങ്ങി വരിക. അകത്ത് അല്പവിശ്വാസമാണ്. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ പാട്ടൊക്കെ പാടി തുടങ്ങിയപ്പോ പുറത്ത് ചാടി വരിക. അകത്ത് ആ സമയത്ത് ടെൻഷനും കൂടി. അയ്യോ. ഉടനെ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ചു. എന്നിട്ട് പറഞ്ഞു, അഭ്യാസമൊക്കെ നിർത്ത, നാളെ പ്രാർത്ഥനയ്ക്ക് വരാൻ പറഞ്ഞു. എന്താ, ഒറ്റയ്ക്ക് ബാക്കി കൂടെ പ്രാർത്ഥിക്കാനുള്ള ചെറിയ ടെൻഷനും കൂടെ അകത്തുണ്ട്. നിങ്ങളെന്താ തുറിച്ചു നോക്കുന്ന പാസ്റ്റർ? നമ്മൾ പുറത്ത് കാണിക്കുകയില്ലെന്നും ഉള്ളി ടെൻഷനൊന്നും. ചിലവരൊക്കെ ഓർക്കും പാസ്റ്റർ ഇങ്ങനെ ധൈര്യമായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ വന്നിട്ട് അമേ എന്നൊക്കെ പറയുമ്പോൾ ഫുൾ ധൈര്യം, ഫുൾ ജോഷാന്ന് ഓർക്കും. പ്രൈസ് ദി ലോർഡ്. അല്ല കേട്ടോ, ചില സമയത്ത് അകത്ത് അല്പ വിശ്വാസവും അല്പ ടെൻഷനും ആങ്സൈറ്റി. Praise the Lord. Hallelujah. Praise the Lord. ചിലവരൊക്കെ നോക്കുക, മാസ്റ്റർ അങ്ങനെയൊക്കെ വരുമോ? അവനൊക്കെ മേഘത്തിന്റെ മുകളിൽ കൂടെ നടക്കുന്നവനാ. മേഘത്തിന്റെ ആത്മാവിൽ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവരൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ നോക്കുക, ഇങ്ങനെ മാസ്റ്റർ ഇങ്ങനെയൊക്കെ വരുമോ? നമ്മൾ ഇടയ്ക്ക് മുങ്ങിയും പൊങ്ങിയൊക്കെ നടക്കുന്നവരാ. Praise the Lord. Hallelujah. Glory. Oh, come on church. Praise the Lord. Amen. അങ്ങനെ തുറിച്ചു നോക്കണ്ട. അല്പവിശ്വാസം. അവൻ മുങ്ങാൻ കാര്യം യേശു അവിടെ ഇല്ലാത്തത് കൊണ്ടല്ല. Praise the Lord. അവൻ മുങ്ങാൻ കാര്യം യേശു അവിടെ ഇല്ലാത്തത് കൊണ്ടല്ല. മുങ്ങാൻ കാര്യം എന്ന് അറിയാമോ? അവന്റെ വിശ്വാസം അവിടെ ഇല്ലാത്തതുകൊണ്ടാ. Praise the Lord. Glory unto the name of Jesus. Hallelujah. Praise God. Amen. ആ ബൈബിൾ പഠിക്കുമ്പോ കർത്താവേ അല്ലെങ്കിൽ ലോർഡ് എന്നുള്ളതിന് 2 പദമുണ്ട്, ഗ്രീക്കിലും ഹീബ്രുവിലും. ഒരു പദം ഗ്രീക്കിലെ റബോണി, അതായത് ടീച്ചർ. എന്നാൽ അതിന് വേറൊരു അർത്ഥമുണ്ട്, സ്മോൾ ലോർഡ്, ചെറിയ കർത്താവ്. റബോണി, ടീച്ചർ. ആ കർത്താവ് വചനമൊക്കെ പറഞ്ഞു തരാൻ കൊള്ളാം, വചനമൊക്കെ പഠിക്കാൻ നല്ലതാ. സ്മോൾ ലോർഡ്. എന്നാൽ വേറൊരു ഗ്രീക്ക് പദമുണ്ട്, അതിന്റെ അർത്ഥം സുപ്രീം ലോർഡ്. ബൈബിളിൽ കർത്താവ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് ചിലതൊക്കെ റബോണി, സ്മോൾ ലോർഡ് എന്ന. എന്നാൽ ഇവൻ മുങ്ങി തുടങ്ങിയപ്പോ അവൻ വിളിച്ച വിളിയുണ്ടല്ലോ, സുപ്രീം ലോർഡ് എന്ന. പ്രൈസ് ദി ലോർഡ്. ഈ വെള്ളത്തിന്റെ മേലും കടലിന്റെ മേലും എന്റെ താഴ്ചയുടെ നടുവിലും എല്ലാം അധികാരമുള്ള എന്റെ യേശുവേ, ജീസസ് ജീസസ് ജീസസ്. ഗ്ലോറി unto the name of the Lord. Hallelujah. He is a supreme Lord. Hallelujah. Glory unto the name of the Lord. താഴ്ചയിലും വീഴ്ചയിലും എല്ലാം നിന്നെ വീണ്ടും ഉയർപ്പിക്കുവാൻ ശക്തിയുള്ള കർത്താവ് എന്ന് മനസ്സിലാക്കുന്നവര് മാത്രം അവനെ കർത്താവെ എന്ന് വിളിച്ചാട്ടെ, യേശുവെ എന്ന് വിളിച്ചാട്ടെ, അല്പനേരം കൂടി ആരാധിച്ചാട്ടെ. Glory unto the name of Jesus.
Praise the Lord. Amen. ഇവൻ കർത്താവേ എന്ന് വിളിച്ചു. സുപ്രീം ലോർഡ്, സർവാധികാരമുള്ള കർത്താവ്. ചിലവരൊക്കെ ഒന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ അവർ നടക്കുന്ന കർത്താവിനും അധികാരം പോയി. കർത്താവ് എന്നെയും തിരിച്ചടിക്കുകയില്ല. ഇതിൻ്റെ അതൊന്നും പുറത്തു വരുമെന്ന് തോന്നുന്നില്ല ബ്രദർ. രക്ഷയ്ക്കുള്ള യേശുവേ കർത്താവ് വചനം കേൾക്കാനൊക്കെ രസമാണ്. പക്ഷേ they have not still called from their heart, Supreme Lord Jesus, you are supreme, you are above everything else. ഈ പ്രോബ്ലത്തെക്കാളും, ഈ പോരാട്ടത്തെക്കാളും, ഈ താഴ്ചയെക്കാളും, ഈ കടലിനെക്കാട്ടും, വെള്ളത്തെക്കാട്ടും, praise the Lord, hallelujah, എല്ലാത്തിനെക്കാട്ടും വലിയവനാണ്, അങ്ങ് ശ്രേഷ്ഠനാണ്. Jesus, you are Lord, you are supreme, hallelujah. എന്റെ വീഴ്ചകൾക്കും അപ്പുറമാണ് അങ്ങ് എന്ന് പറയുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. Praise the Lord. എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടെന്നറിയാമോ? പത്രോസ് ഇവിടെ ഒരു കാര്യം ചെയ്തില്ല. ഇന്ന് അനേകം വിശ്വാസികളും ചെയ്യുന്ന ഒരു കാര്യം, പക്ഷെ പത്രോസ് ചെയ്തില്ല. പത്രോസ് നീന്തിയില്ല. മുക്കുവാനാ. മീൻ പിടിക്കാൻ പോകുന്ന ഏതെങ്കിലും അല്ലേ ഒരുത്തനും നീന്താൻ അറിയാൻ മേലാത്തവനാണ്. ആ കടലിനെ കൂടെ നല്ലപോലെ നീന്താൻ പറ്റുന്നവനാ. എങ്ങനെ? തെളിവെന്താ? യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തില് യേശു കരയിൽ നിന്ന് വിളിച്ചപ്പം പത്രോസ് തുണിയില്ലായിരുന്നെങ്കിൽ പോലും വെള്ളത്തിലേക്ക് ഒറ്റ ചാട്ടം ചാടി. നീന്താൻ അറിയത്തില്ലെങ്കിൽ അവൻ ചടുത്ത് ചാടുക. അവൻ ചാടി, ധൈര്യം എടുത്ത്. തുണിയില്ല, അതുകൊണ്ട് അവരൊരു കുഴപ്പമെന്നറിയാം. അവൻ പറഞ്ഞു അടിക്കൂടെ ശ്വാസം പിടിച്ചു ഒറ്റ നീന്തൽ, ആരും കാണുപോലും ഇല്ല, കരയിൽ ചെന്ന് കർത്താവിന്റെ മുന്നിൽ പൊങ്ങുള്ളൂ. അത്ര നീന്താൻ കപ്പാസിറ്റി ഉള്ളതാണ് ഈ പത്രോസ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവന്റെ കഴിവിലോ അവൻ ആശ്രയിച്ചില്ല. Praise the Lord. അവന്റെ കഴിവിലല്ല അവൻ ആശ്രയിച്ചത്. Praise the Lord. അവന്റെ നോട്ടം അവൻ ശരിയാക്കി. ഇതിൽ നിന്നും എന്നെ പൊക്കുന്ന ഒരു കർത്താവ് ഉണ്ടെങ്കിൽ He is a supreme Lord. Hallelujah. എന്റെ ശക്തിയിലോ മിടുക്കിലോ ഗ്ലോറി എന്റെ കപ്പാസിറ്റിയിലോ താണ്ടിലോ ഒന്നുമല്ല. എന്നെ ഇതിന്റെ അകത്ത് ഉയർപ്പിക്കുവാൻ ശക്തിയുള്ള എന്റെ യേശുവിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കും. അവനെ ഞാൻ ആരാധിക്കും, അവനെ ഞാൻ വിളിക്കും. ഹല്ലേലൂയ. അവന്റെ നാമത്തെ ഞാൻ ഉയർത്തും. Praise the Lord. വെള്ളത്തിന് മാറ്റം വന്നില്ല, സാൻഡിൽസിന് മാറ്റം വന്നില്ല, ഡ്രസ്സിന് മാറ്റം വന്നില്ല. Praise the Lord. Hallelujah. Amen. മാറ്റം വന്നത് അവന്റെ ഹൃദയത്തിൽ മാത്രമാണ്. മനസ്സിലായ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കാറ്റ് നിന്നില്ല, കടല പൊങ്ങിക്കൊണ്ട് തന്നെ ഇരുന്നു. Praise the Lord. ഓളങ്ങളൊന്നും നിന്നില്ല. Praise the Lord. Hallelujah. ഇതിനൊന്നും മാറ്റം വന്നില്ല. മാറ്റം വന്നത് അവന്റെ ഹൃദയത്തിലാണ്, അവന്റെ കാഴ്ചപ്പാടില്ല, അവന്റെ ഫോക്കസിലാണ്. Glory unto the name of Jesus. അവന്റെ വിശ്വാസത്തിലാണ് മാറ്റം വന്നത്. അവൻ പറഞ്ഞു, ഞാൻ എന്റെ യേശുവിൽ തന്നെ കണ്ടുവയ്ക്കും. I will keep my eyes upon my Jesus himself. Hallelujah. Amen. Praise the Lord. Praise the Lord. Hallelujah. Amen. പത്രോസിന്റെ ആദ്യത്തെ ഫെയിലിയർ എന്ന് പറയുന്നത് was his focus. യേശുവിൽ നിന്നുള്ള കാഴ്ചപ്പാട് മാറിയപ്പോൾ, കണ്ണ് മാറിയപ്പോൾ താന്നു. എന്നാൽ അവന്റെ ഹൃദയത്തിന്റെ അതിരിച്ചു വിശ്വാസം. അതുകൊണ്ടാണ് look at your leaders. അവരുടെ വിശ്വാസത്തെ അനുകരിക്കുക. അവന്റെ വിശ്വാസം തിരിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. Praise the Lord. Amen. Hallelujah. തിരിച്ച് യേശുവിനോടൊപ്പം ബോട്ടിലേക്ക് നടന്നു. മനസ്സിലാക്കണം, കുറച്ച് ദൂരം നടന്നതാണ്. അവിടെ തിരിച്ച് ബോട്ടിനോടൊപ്പം തിരിച്ച് വിശ്വാസം, തിരിച്ച് കാറ്റിന് മാറ്റമില്ല, തിരമാലയ്ക്ക് മാറ്റമില്ല, ഒന്നിനും വ്യത്യാസമില്ല. വ്യത്യാസം ഇത്രേ ഉള്ളൂ, നിത്യനായവൻ യേശു കൂടെയുണ്ട്. വിശ്വാസം യേശുവിലുള്ളത് ഉറപ്പാണ്. കൈ പിടിച്ച് കൂടെ നടന്നു. പ്രൈസ് ദി ലോർഡ്. തിരിച്ച് കടല്, ഹല്ലേലൂയ. ആ കടലിന്റെ മേലെ കൂടെ തന്നെ നീ എവിടെ താന്നുവോ, നീ എവിടെ മുങ്ങിയോ, അതിന്റെ മേലെ കൂടെ തന്നെ നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാണെന്ന് ഇന്ന് പകൽ നീ മനസ്സിലാക്കിക്കോണം. Where you sang in that very place, Jesus can give you victory. Hallelujah. Hallelujah.
Amen. അതിന്റെ മേൽ തന്നെ നടന്നു. Praise the Lord. വചനത്തിൽ വായിച്ചൊരു ഭാഗമുണ്ട്, ബോട്ടെ കയറിയപ്പം കാറ്റും കടലൊക്കെ അവിടെ നിന്നു. വേറെ വിശ്വാസിനെ ഒന്ന് പാറ്റി നോക്കാൻ വേണ്ടി പോയി കാറ്റ്. ഇത് ഈ വിശ്വാസ ജീവിതമുള്ള പത്രോസിന്റെ മേൽ ഈ സാധനം നടക്കില്ലെന്ന് മനസ്സിലായി. Praise the Lord. വചനം വായിച്ചു നോക്കണം. കാറ്റും കടലും ശാന്തമായപ്പോഴെന്ന് പറയുമ്പോൾ അവര് ബോട്ടെ കയറിയപ്പോൾ താനും എല്ലാം ക്വയറ്റായി. Praise the Lord. നീ വിശ്വാസം കാക്കുമ്പോൾ, praise the Lord, വിശ്വാസത്തെ അനുകരിക്കുമ്പോൾ, യേശുവിൽ തന്നെ കാഴ്ചപ്പാട് വെക്കുമ്പോൾ, നിന്റെ നോട്ടം യേശുവിൽ തന്നെ വെക്കുമ്പോൾ, നീ പരാജയപ്പെട്ട മേഖലയിൽ തന്നെ ജയം തന്ന് നിന്നെ എത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ്. Glory unto the name of the Lord. നിന്റെ ജീവിതത്തിനെതിരെ വരുന്ന കാറ്റ് അപ്പോൾ തന്നെ നിൽക്കും. Oh, Rubana Vausiyatana, in the name of Jesus, let that happen this morning. Hallelujah. Amen. Praise the Lord. Hallelujah. He failed in his focus, but his faith brought him through. Randa, he failed in his integrity. ലൂക്കയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാരും തള്ളി പറഞ്ഞാലും ഞാൻ അങ്ങനെ തള്ളി പറയല. ഞാൻ വാക്കൊന്നും മാറ്റാത്ത കർത്താവേ, അങ്ങേക്ക് എന്നെ അറിയത്തില്ലേ, ഞാൻ കൂടെ കാണുന്നേ, ഞാൻ കൂടെ കാണും. Praise the Lord. He failed in his integrity, in his very Christian character, in his faithfulness. Muna, he failed in the area of his life where മുന്നോട്ട് ദൈവം വെച്ചിരിക്കുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് അവന് പേടി വന്നു. അതിനെക്കുറിച്ച് ഇപ്പൊ എടുക്കുന്നില്ല. 3 മേഖലയിൽ പത്രോസ് ഫെയിൽ ചെയ്തു. 3ന്റെ നടുവില് പിശാച് പാറ്റിയെങ്കിലും അവന്റെ വിശ്വാസം അവനെ ഫെയിൽ ചെയ്തില്ല. Praise the Lord. His faith did not fail. Glory unto the name of Jesus. Look at your leaders and their faith you follow. Praise the Lord. അന്നിട്ടാണ് 8-ാമത്തെ വാക്യത്തിൽ ഹെബ്രായർക്കാർക്ക് എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞത്, Jesus is the same yesterday, today and forever. പത്രോസ് വീണേക്കാം, പൗലോസ് വീണേക്കാം, പാസ്മ തകർച്ച വന്നേക്കാം, എന്തും ആർക്കും സംഭവിച്ചേക്കാം. Praise the Lord. എന്നാൽ മാറ്റമില്ലാത്ത ഒരുവൻ മാത്രം, Praise the Lord, നിത്യനായ ഒരുവൻ മാത്രം, അവന്റെ പേരാണ് നസ്രായനായ യേശു ക്രിസ്തു. അവൻ ഹല്ലേലൂയ മാറ്റമില്ല, ഇന്നലെയും ഇന്നും എന്നും അവൻ അന്യന്യം തന്നെ. Praise the Lord. Hallelujah. Glory unto the name of Jesus. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല, ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല. അത് നീ തന്നെ വായും കൊണ്ട് അധരം കൊണ്ട് വാ തുറന്ന് പറയണം. അത് ദൈവസന്നിധിയിൽ ഒന്നെങ്കിലും മുട്ടുമടക്കാം, എഴുന്നേറ്റ് നിൽക്കാം. കഴിഞ്ഞ നാളുകളിലെ പരാജയങ്ങളെ നോക്കേണ്ട ആവശ്യമില്ല. യേശുവിന്റെ മുഖത്തേക്ക് നിന്നെ വീണ്ടും നോക്കിക്കേ. നീ സഭയ്ക്ക് തിരുന്നുകൊണ്ട് പിന്മാറിപ്പോയവനായിരിക്കാം, നിന്നെയും യഥാസ്ഥാനപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാ. Praise the Lord. Maybe you have failed in your integrity. Maybe you have failed in your focus. Maybe just the fear of going into the next level has freaked you out of what God might ask of you. But his faith overcame his failure. നിന്റെ വിശ്വാസം നിന്റെ ഫെയിലിയറിന്റെ മേൽ നിനക്ക് ജയം തരും.
യേശുവിലുള്ള വിശ്വാസം. ഹൃദയം തുറന്ന് കരങ്ങൾ ഉയർത്തി വാഗുകൊണ്ട് ഏറ്റു പറഞ്ഞാട്ടെ, കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ. എന്റെ ഹൃദയവും എന്റെ ജീവിതവും ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുന്നു. ഐ ചൂസ് ടു ബിലീവ് ഇൻ യു. ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു, അങ്ങയുടെ വചനത്തെ വിശ്വസിക്കുന്നു. യേശുവേ, എന്റെ ജീവിതം ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുന്നു. എന്റെ പാപങ്ങൾ, എന്റെ തെറ്റുകൾ, എന്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ. എന്റെ അവിശ്വസ്തതയ്ക്കായിട്ട്, അവിശ്വാസത്തിനായിട്ട് ഞാൻ മാപ്പ് വഹിക്കുന്നു. അങ്ങയുടെ വചനത്തെ ഞാൻ മുറുകെ പിടിക്കുന്നു. അങ്ങിൽ എന്റെ വിശ്വാസം ഞാൻ വെക്കുന്നു. അങ്ങയുടെ വാഗ്ദത്തങ്ങളിൽ ഞാൻ വിശ്വാസം ഉറപ്പിക്കുന്നു. യേശുവേ, അങ്ങാണ് എന്റെ നാഥൻ, അങ്ങാണ് എന്റെ കർത്താവ്, അങ്ങാണ് എന്റെ യജമാനൻ, അങ്ങാണ് എന്റെ സുപ്രീം ലോർഡ്. കർത്താവായ യേശുവേ, എന്റെ ജീവിതം പൂർണ്ണമായിട്ടും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞാൻ പാപത്തെ ഉപേക്ഷിക്കുന്നു, ലോകത്തെ ഉപേക്ഷിക്കുന്നു, സാത്താനെ ഉപേക്ഷിക്കുന്നു. യേശുവേ, അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. വിജയത്തിന്റെ ഹല്ലേലൂയ കൃപ കൊണ്ട് ഹല്ലേലൂയ എന്നെ നിറയ്ക്കണമേ. പുതിയൊരു അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. താങ്ക് യു ജീസസ്. എന്റെ കാഴ്ചപ്പാട്, എന്റെ നോട്ടം യേശുവേ അങ്ങേ മാത്രമായിരിക്കുവാൻ എന്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. എന്റെ ജീവിതം ഏൽപ്പിക്കുന്നു. ഐ ഗിവ് ഇറ്റ് ഇൻ ടു യുവർ ഹാൻഡ്സ്. അങ്ങയുടെ കരത്തിലേക്ക് ഞാൻ എന്റെ ജീവിതത്തെ ഏൽപ്പിക്കുന്നു. എന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. Thank you, Jesus. You are my supreme Lord. Jesus, you are my supreme Lord. I give you glory and honor. Thank you, Lord. Thank you, Lord. Thank you, Lord. Now lift your hands and praise 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 and praise. We give you glory, we give you glory. Hallelujah, hallelujah. Thank you, Jesus. Thank you, Lord. Hallelujah. We give you glory, Lord. Praise you. Hallelujah. Thank you. Amen. Thank you, Jesus. Glory unto the name of Jesus. I want you to stand up in the presence of the Lord this morning. Hallelujah. Amen. വാൾകൊണ്ട് ഏറ്റു പറഞ്ഞാട്ടെ, കർത്താവ് by no means will never leave me nor forsake me. മലയാളത്തില്, എന്റെ യേശു എന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. അതിന് എന്റെ ഹൃദയം ഉറപ്പുള്ളതായിരിക്കുക, ധൈര്യമുള്ളതായിരിക്കുക, വിശ്വാസമുള്ളതായിരിക്കുക. Thank you, Lord. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. Give him glory this morning. കണ്ണുകൾ ഉയർത്തിടുന്നു, സഹായം എവിടെ നിന്ന് വരും? എൻ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിങ്കൽ നിന്നല്ലോ. ഞാൻ എന്റെ കണ്ണുകൾ ഉയർത്തിടുന്നു, എൻ സഹായം എവിടെ നിന്ന് വരും? എൻ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിങ്കൽ നിന്നല്ലോ. യഹോവ എന്റെ പരിപാലകൻ, യഹോവ എനിക്കെന്നും ആശ്രയമല്ലോ. യഹോവ എന്റെ പരിപാലകൻ, യഹോവ എനിക്കെന്നും ആശ്രയമല്ലോ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ യാതൊന്നും ബാധിക്കയില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ യാതൊന്നും ബാധിക്കയില്ല. യഹോവ എന്റെ പരിപാലകൻ, യഹോവ എനിക്കെന്നും ആശ്രയമല്ലോ. യഹോവ എന്റെ പരിപാലകൻ, യഹോവ എനിക്കെന്നും ആശ്രയമല്ലോ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ യാതൊന്നും ബാധിക്കയില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ യാതൊന്നും ബാധിക്കയില്ല. ഞാൻ എന്റെ കണ്ണുകൾ ഉയർത്തിടുന്നു, എൻ സഹായം എവിടെ നിന്ന് വരൂ?
സഹായം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്നല്ലോ. യഹോവ എന്റെ പരിപാലകൻ, യഹോവ എനിക്കെന്നും ആശ്രയം. യഹോവ എന്റെ പരിപാലകൻ, യഹോവ എനിക്കെന്നും ആശ്രയമല്ലോ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ യാതൊന്നും ബാധിക്കുകയില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ യാതൊന്നും ബാധിക്കുകയില്ല. യഹോവ എന്റെ പരിപാലകൻ, യഹോവ എനിക്കെന്നും ആശ്രയമല്ലോ. യഹോവ എന്റെ പരിപാലകൻ, യഹോവ എനിക്കെന്നും ആശ്രയമല്ലോ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ യാതൊന്നും ബാധിക്കുകയില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ യാതൊന്നും ബാധിക്കുകയില്ല. യഹോവ എന്റെ പരിപാലകൻ, യഹോവ എന്റെ പരിപാലകൻ, യഹോവ എനിക്കെന്നും ആശ്രയമല്ലോ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ യാതൊന്നും ബാധിക്കുകയില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ യാതൊന്നും ബാധിക്കുകയില്ല. യഹോവ യഹോവ എന്റെ പരിപാലകൻ, യഹോവ എനിക്കെന്നും യഹോവ എന്റെ പരിപാലകൻ, യഹോവ എനിക്കെന്നും ആശ്രയമല്ലോ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ യാതൊന്നും ബാധിക്കുകയില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ യാതൊന്നും ബാധിക്കുകയില്ല. യഹോവ എന്റെ പരിപാലകൻ, യഹോവ എനിക്കെന്നും ആശ്രയമല്ലോ. യഹോവ എന്റെ പരിപാലകൻ, യഹോവ എനിക്കെന്നും ആശ്രയമല്ലോ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ യാതൊന്നും ബാധിക്കുകയില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ യാതൊന്നും ബാധിക്കുകയില്ല. യഹോവ എന്റെ പരിപാലകൻ, യഹോവ എന്റെ പരിപാലകൻ, യഹോവ എനിക്കെന്നും ആശ്രയമല്ലോ. രാത്രി ചന്ദ്രനെങ്കിലും എന്നെ യാതൊന്നും ബാധിക്കുകയില്ല. രാത്രി ചന്ദ്രനെങ്കിലും എന്നെ യാതൊന്നും ബാധിക്കുകയില്ല. യഹോവ എന്റെ പരിപാലകൻ, യഹോവ എനിക്കെന്നും ആശ്രയമല്ലോ. യഹോവ എന്റെ പരിപാലകൻ, യഹോവ എനിക്കെന്നും ആശ്രയമല്ലോ. രാത്രി ചന്ദ്രനെങ്കിലും എന്നെ യാതൊന്നും ബാധിക്കുകയില്ല. സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ യാതൊന്നും ബാധിക്കുകയില്ല. ചന്ദ്രനെങ്കിലും എന്നെ യാതൊന്നും Thank you, Jesus. Hallelujah, we worship you, Lord. സമ്മതിക്കുകയില്ല എന്നെ
എന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. എന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കുന്നില്ല. എന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. അവൻ ഉറങ്ങുകില്ല, അവൻ മയങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ അവൻ ഉറങ്ങുകില്ല, അവൻ മയങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ. എന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കുകയില്ല. എന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. എന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കുകയില്ല. എന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. അവൻ ഉറങ്ങുകില്ല, അവൻ മയങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ അവൻ മയങ്ങുകില്ല, അവൻ മയങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ. എന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കുകയില്ല. എന്നെ കാക്കുന്നവൻ വഴുതുവാൻ സമ്മതിക്കുകയില്ല. എന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. അവൻ ഉറങ്ങുകില്ല, അവൻ മയങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ അവൻ ഉറങ്ങുകില്ല, അവൻ മയങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ. എന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കുകയില്ല. എന്നെ കാക്കുന്നവൻ എന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. അവൻ ഉറങ്ങുകില്ല, അവൻ മയങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ അവൻ ഉറങ്ങുകില്ല, അവൻ മയങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ. എന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കുകയില്ല. എന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. എന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കുകയില്ല. എന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. അവൻ ഉറങ്ങുകില്ല, അവൻ മയങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ അവൻ ഉറങ്ങുകില്ല, അവൻ മയങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ കാൽ വഴുതുവാൻ സമ്മതിക്കുകയില്ല. എന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. എന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കുകയില്ല. എന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. അവൻ ഉറങ്ങുകില്ല, അവൻ മയങ്ങുകില്ല. Every spirit of failure, every thoughts of failure and rejection, I command by the blood of Jesus to leave the people of God. ദൈവത്തിന്റെ ജയത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. Every anointing of more than a conqueror flow in the hearts of your people. Every failure feelings depart in the name of Jesus. Every guilt and condemnation I can rebuke you in the name of Jesus. Let the victory of Jesus be manifested, be the portion of your people. Let the river of God flow. We rebuke you by the blood of Jesus now. We release the people of God to the liberty of the Holy Ghost, to restoration and healing, deliverance and blessing, salvation and wholeness, in the name of Jesus. Supernatural provisions and breakthrough. Every spirit of distraction, every mind-blinding spirit, every controlling and demanding spirits, we command you by the blood of Jesus, loose the people now. Let the precious blood of Jesus speak over the congregation, speak over every heart and every life. Reinforce the victory of our Lord Jesus Christ today.
you, Lord. We magnify your name this morning, Lord. We give you glory and honor this morning. We worship you. ഇന്ന് പകൽ അങ്ങയുടെ ജനത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഏത് ഭാരമായി, ഏത് നുകമായി വന്നുവോ, ഏത് പരാജയ ചിന്തയും ഭയവുമായി വന്നുവോ, മുങ്ങിപ്പോവും, തകർന്നു പോകും, ഒരിക്കലും പൊങ്ങി വരികയില്ല, ഒരിക്കലും ജയജീവിതം നടക്കാൻ സാധിക്കുകയില്ലെന്ന് ഏത് വിധത്തിലുള്ള ചിന്തയിട്ട് പിശാച് ബാധിച്ചുവോ, അതിന്റെ മേലെല്ലാം യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ അധികാരം എടുക്കുകയാണ്. സാമ്പത്തികമായ വിഷയങ്ങളിലും, ഹല്ലേലൂയ, ബന്ധങ്ങളുടെ മേലുള്ള വിഷയങ്ങളുടെ മേലും, കുടുംബജീവിതത്തിന്റെ വിഷയങ്ങളുടെ മേലും, ശാരീരികമായ വിഷയങ്ങളുടെ മേലും, ആത്മീയമായ വിഷയങ്ങളുടെ മേലും എല്ലാം യേശുവിന്റെ നാമത്തിൽ അധികാരം എടുത്ത് കൽപ്പിക്കുകയാണ്. We command every spirit that is not of the Lord to depart from the people of God this morning. Never again return. യേശുവിന്റെ കൃപ വ്യാപരിക്കട്ടെ, യേശുവിന്റെ ജയം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ബുദ്ധി പ്രകാശിക്കട്ടെ, ഹൃദയം പ്രകാശിക്കട്ടെ, വിശ്വാസമുള്ളവരായി തീരട്ടെ, അനുഗ്രഹം പ്രാപിക്കുന്നവരായി മാറട്ടെ, ജയജീവിതത്തിൽ നടക്കുന്നവരായി മാറട്ടെ. കഴിഞ്ഞ നാളുകളുടെ പരാജയ ചിന്തകൾ വിട്ടുമാറി യേശുവിന്റെ ജയം അവകാശമായി തീരട്ടെ. അങ്ങയുടെ കരം വെച്ച് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യും. Bless them. Bless them. അങ്ങയുടെ മക്കളുടെ ഓരോ ജീവിതങ്ങളുടെയും വിശ്വാസങ്ങൾ അനേകം പേരും കർത്താവേ ഹല്ലേലൂയ അനുഗ്രഹിക്കുന്നവരായി മാറട്ടെ, സാക്ഷികളായി മാറട്ടെ. യേശുവിലുള്ള വിശ്വാസത്തിന്റെ സാക്ഷികൾ, മുങ്ങിയിട്ട് പൊങ്ങുന്നതിൽ അത്ഭുതകരമായി നിൽക്കുന്നതും നടക്കുന്നതുമായ സാക്ഷ്യമുള്ളവരായി മാറട്ടെ. അങ്ങയുടെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിന്റെ എതിരെ ജയിക്കുകയില്ല. Build your church. Let not the gates of hell ever prevail against your children. I surrender them into your hands right now. Bless them in Jesus' name. Amen. Are you blessed this morning? Are you blessed this morning? Hallelujah. Jesus Christ is our supreme Lord. Hallelujah. Amen. Hallelujah. You are a wonderful congregation. Have a great week. Amen. Praise the Lord. Praise the Lord. Hallelujah. God bless you. You can go in the peace of the Lord. We are taking a couple more songs just to be with the Lord. You know, ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായവനേ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ പാടിടും, സർവശക്തനായവനേ. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയ്ക്കായി, യേശുവിൻ നാമ സൗഖ്യമായി, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമ വിടുതലായി, യേശുവിൻ നാമ രക്ഷയ്ക്കായി, യേശുവിൻ നാമ സൗഖ്യമായി,
നാമത്തിൽ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. Hallelujah, we praise you. Thank you, Jesus. We give you glory. Hallelujah. Water you turn into wine. Open the eyes of the blind. No one like you. None like you. Into the darkness you shine. Out of the ashes we rise. No one like you. None like you. Our God is greater. Our God is stronger. This God, you are higher than any other. Our God is healer, awesome in power. Our God, our God, our God is greater. Our God is stronger. God, you are higher than any other. Our God is healer, awesome in power. Our God, our God. Water you turn into wine. Open the eyes of the blind. No one like you. None like you. Into the darkness you shine. Out of the ashes we rise. No one like you. None like you. God is greater. Our God is stronger. God, you are higher than any other. Our God is healer, awesome in power. Our God, our God. Our God is greater. Our God is stronger. God, you are higher than any other. Our God is healer, awesome in power. Our God, our God. And if our God is for us, then who could ever stop us? And if our God is with us, then what could stand against? And if our God is for us, then who could ever stop us? And if our God is with us, then what could stand against? What could stand against? Our God is greater. Our God is stronger. God, you are higher than any other. Our God is healer, awesome in power. Our God, our God, our God is greater. Our God is stronger. God, you are higher than other. Our God is healer, awesome in power. Our God, our God, our God is greater. Our God is stronger. God, you are higher than any other.
Thank you, Lord. We magnify your name. Lord, be magnified. Jesus, be magnified. Jesus, be magnified. Jesus, be magnified, O God. From heaven above and God, He reigns from heaven above with wings. Love our God is an awesome God. He's an awesome God. He reigns from heaven above with wings and power. Love our God is an awesome ഹല്ലേലൂയ. സ്തോത്രം. മിനിസ്ട്രിക്ക് വേണ്ടി ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള കരമുയർത്താമോ? തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. പാസ്റ്റർ രാജേഷിന് വേണ്ടി ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള നിൽക്കാം. തിങ്കൾ, ചൊവ്വ,